ദാറ്റ് വിൽ ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ളതാണോ ശരിക്കും പാരൻസിനുള്ളതാണോ ഈ സിനിമ? പേരൻസ് എങ്ങനെ ആവണം എന്ന് ഈ കുട്ടികൾ വഴി നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി തരും. കുട്ടികൾക്ക് പേരൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്തെ ക്യാരക്ടേഴ്സ്. ശരിക്ക് പാരൻസ് ആയിട്ട് നിന്നാൽ പോലെ ലൈക് ഫ്രണ്ട്സ് ആവണം എന്നുള്ളൊരു രീതി ഉണ്ടോ? ആളൊരു അപ്പ ഫീലാണ്, അച്ഛൻ ഫീലാണ്. ഈ ഒരു സിനിമ എന്തുകൊണ്ട് ആളുകൾ കാണണം എന്നുള്ളൊരു ചോദ്യം വന്ന സാറിന്റെ ആൻസർ എന്തായിരുന്നു? സ്കൂളിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് എന്റെ സാറ് ക്ലാസ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ക്യാരക്ടർ നരേറ്റ് ചെയ്ത് തരില്ല, ഇന്നതാണ് ക്യാരക്ടർ, അപ്പൊ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് അച്ഛൻ അമ്മ എങ്ങനെ ബിഹേവ് ചെയ്തു അതേപോലെ ചെയ്താൽ മതി, കുഴപ്പമില്ലായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നമില്ല ശരിയാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അയ്യോ പക്കത്തരികളായിരുന്നു. 1, 2, 3 ഒരുത്തൻ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. ഇന്ന് സെല്ലുലോയിഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് തിരക്കിനിടയിൽ അല്പനേരം എന്ന് പറഞ്ഞ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. വെൽക്കം. ഡയറക്ടർ സാറിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെയിലർ കണ്ടു. ശരിക്കൊരു മെസ്സേജ് ഇതിനകത്ത് നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ശരിക്ക് ഇതിൽ ടൈറ്റിൽ കാണിക്കുന്ന പോലെ തന്നെ ദാറ്റ് വിൽ ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് കുട്ടികൾക്കുള്ളതാണ്. ട്രെയിലറിൽ കുട്ടികളെയാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ളതാണോ ശരിക്കും പാരൻസിനുള്ളതാണോ ഈ സിനിമ? ശരിക്കും പേരൻസ് ആണ് കണ്ട സിനിമയാണ്, പേരൻസിനുള്ള സിനിമയാണ്. പേരൻസ് എങ്ങനെ ആവണം എന്ന് ഈ കുട്ടികൾ വഴി നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി തരുന്നു. കുട്ടികൾക്ക് പേരൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്തെ ക്യാരക്ടേഴ്സ്. ഇതിൽ പറയുന്നുണ്ട് അമ്മമാര് പെൺകുട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആവണം എന്നുള്ളത്. ശരിക്ക് പാരൻസ് ആയിട്ട് നിന്നാൽ പോലും ലൈക്ക് ഫ്രണ്ട്സ് ആവണം എന്നുള്ളൊരു രീതി ഉണ്ടോ? അല്ല, പേരൻസ് ഈ കുട്ടികളുടെ പ്രായത്തിൽ കാണിച്ച ചില തരികടകളൊക്കെ ഉണ്ടാവാം. ആ തരികടകൾ റീക്രിയേറ്റ് ചെയ്യരുത് ഒരിക്കലും കുട്ടികൾ. അതിന് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു എന്താണ്, അവരൊന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അടിച്ചോ അല്ലെങ്കിൽ കുറേ തല്ലി പഠിപ്പിച്ചൊന്നും പിള്ളേരൊന്നും ഒരിക്കലും പിള്ളേരങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എഡ്യൂക്കേറ്റഡ്ലി ആൻഡ് മെൻ്റലി, അതായത് പേരൻസ് 50 വയസ്സിൽ നേടിയിട്ടുള്ള അറിവ് അവർ 10 വയസ്സിൽ നേടിക്കഴിഞ്ഞു. അപ്പം പിന്നെ തല്ലിലും കൊല്ലലും എന്നോടെ നടക്കുന്ന കാര്യമല്ല സംഭവം. അപ്പോൾ അതിനപ്പുറമായിട്ട് ഒരു വീക്ഷണം, പേരൻസ് അവരുടെ മേലൊരു കണ്ണുണ്ടാവണം. ആ കണ്ണ് ഒരു ഫ്രണ്ട്ലി ടോക്കിംഗ് ആണ് ഇപ്പോഴും ഇവിടെ വേണ്ടത്. അതാണ് സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ കൂടെ ഇപ്പോൾ സാറ് കുട്ടികളുടെ കൂടെയുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു? അയ്യോ പക്കത്തരികളായിരുന്നു. 1, 2, 3 ഒരുത്തൻ അങ്ങോട്ടും പോയിട്ടുണ്ട്. വലിയ പാടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇൻട്രാക്ഷൻ മീൻസ് അതൊരു ചുമാർ ഇതകത്ത് പറഞ്ഞതേ ഉള്ളൂ. മിടുക്കന്മാരാണ് എല്ലാവരും. സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇതിനകത്ത് ഒറ്റ ടേക്കിൽ അല്ലെങ്കിൽ 2, 3 ടേക്കിലൊക്കെ ഓക്കെ ആകുന്ന രീതിയിൽ ഇവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. 4 പേർക്ക് 4 സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ്. നിങ്ങൾ എങ്ങനെയായിരുന്നു ശിവാനി സെറ്റിൽ എങ്ങനെയായിരുന്നു ഇവരായിട്ട് ആദ്യമായിട്ടല്ലേ പരിചയപ്പെടുന്നൊക്കെ? അപ്പോൾ ഇവരായിട്ടുള്ളൊരു കോമ്പിനേഷനും ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഒരു സീൻ ചെയ്യുമ്പോൾ നിൻ്റെ സീനാണ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, ഒരു സീൻ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഇപ്പോൾ ഇവർക്ക് അറിയാമെങ്കിൽ അവർ എടാ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, നീ ടെൻസ്ഡ് ആവണ്ട എന്നുള്ളൊരു, എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ജോളി ആയിട്ടായിരുന്നു സെറ്റ് പോയിരുന്നത്. എങ്ങനെയായിരുന്നു സിനിമയിലേക്ക്? ഓഡിഷൻ ത്രൂ ആയിരുന്നു? അതെ, ഞാൻ ഓഡിഷൻ വഴി വന്നതാണ്. അഭിനയൊക്കെ മുമ്പേ താല്പര്യം ഉണ്ടായിരുന്നു? അതെ, ഭയങ്കര താല്പര്യം. സ്കൂളിലൊക്കെ പഠിക്കല്ലേ? അതെ. അപ്പോൾ സ്കൂളിലൊക്കെ എങ്ങനെയാ ഇതിലൊക്കെ ആയിട്ട് താല്പര്യമുള്ള കൂട്ടത്തിൽ തന്നെയായിരുന്നു അഭിനയൊക്കെ? ഞങ്ങളുടെ സിസ്റ്റർക്കൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. ക്ലാസ്സുകൾ മിസ്സാകുമ്പോഴും സിസ്റ്റർ അത് ഓക്കെ ആയിരുന്നു. അവരൊക്കെ സിനിമയിലേക്ക് വന്ന സമയത്ത് ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? സിനിമയിൽ ആദ്യമായിട്ടല്ലേ? അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്യാരക്ടർ റോളിൽ ആദ്യമായിട്ട്, മെയിൻ ലീഡ് ക്യാരക്ടറിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തി ഒരു ഫസ്റ്റ് ടേക്കൊക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ടേക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു അമ്പലത്തിൽ വെച്ചിട്ട് എടുത്തൊരു സീനല്ലായിരുന്നോ? അമ്പലത്തിൽ വെച്ചിട്ട് എടുത്തില്ലേ? പൂജയുടെ കാര്യം പറയുന്നത്. സോറി, അതല്ല, എനിക്കെന്നോ ഓർമ്മയില്ല. എനിക്ക് കുറച്ച് ബാഡ് മെമ്മറി ഉള്ള ഒരാളാണ്. ചുമ്മാ പറയുന്നത്. ബാഡ് മെമ്മറി ഉള്ള ആള് സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടല്ലേ ഡയലോഗ്സ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്? അതിന് ജയൻ സാർ അങ്ങനെ കമ്പൽ ചെയ്യാറില്ല, നീ ഇത് തന്നെ പറയണം, ഇതിലൊരു വാക്ക് തെറ്റരുത്, അങ്ങനെയൊന്നും ഒരിക്കലും പറയാറില്ല. സ്ട്രിക്റ്റ് ഡയറക്ടർ അല്ലായിരുന്നു? അല്ലല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആയിരുന്നു. ആളൊരു അപ്പ ഫീലാണ്, അച്ഛൻ ഫീലാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നു? ഒരു അപ്പ ഫീൽ ആയിരുന്നു ശിവാനി? ജയൻ ചേട്ടനാണെങ്കിലും ക്രൂ മെമ്പറാണ്, ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും.
നമ്മൾ ആക്ട് ചെയ്യാൻ ശരിയായില്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുതരും. സീനിയർ ആർട്ടിസ്റ്റ് അജിത്തൊക്കെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരും. ഈ നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങളുടെ ലൈഫായിട്ട് എന്തെങ്കിലും കണക്ഷനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടും അല്ലേ? എത്രയിലാണ് പഠിക്കുന്നത്? 10ല്. ഈ ഹെയർ സ്റ്റൈൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണോ? അതെ. അപ്പൊ എത്ര സമയം എടുത്തത് ഇങ്ങനെ വളരാൻ? അത് ചെറുപ്പം തൊട്ട് ഞാൻ വളർത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെട്ടിവിടും. ഇത് ക്യാരക്ടർ നെറേറ്റ് ചെയ്യില്ലേ, ഇന്നതാണ് ക്യാരക്ടർ എന്ന്? അപ്പൊ ഈ മുടിയുടെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. അന്നേരം സിനിമ ഫസ്റ്റ് ദിവസം വന്നപ്പോ തന്നെ മുടി വെട്ടി. ഭയങ്കര ഇൻസിഡന്റ്. ആദ്യമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ ദിവസം വരുന്നു, മുടി വെട്ടാൻ പറഞ്ഞു, നേരെ ബാർബർ ഷോപ്പിൽ വിടുന്നു. ആദ്യമായിട്ട് വഴക്ക് പറയാതെ കരഞ്ഞ വ്യക്തിയാണിത്. അപ്പൊ ഇതിലും കൂടുതൽ മുടി ഉണ്ടായിരുന്നു? ഇതിലും മുടിയായിട്ട് ഒരുമാതിരി ഒരു പ്രത്യേക സ്റ്റൈലിലാണ് വന്നത്. ബട്ട് അത് വേറെ ഏതോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിയതാണ്. ഇത് ഇങ്ങനെ 2-3 ദിവസം നീണ്ടു പോകുന്നു. അച്ഛൻ വേണ്ടി നോക്കുമ്പോൾ അമ്മ കരയുന്നു, മോൻ കരയുന്നു, അച്ഛൻ കരയും, ആരാണ്ടൊക്കെയോ മൊത്തം കരച്ചില്. നമ്മളാപ്പടെ എന്തായി പോയി. അവസാനം ഞാൻ പിന്നെ ആ അമ്മയോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ആദ്യമായിട്ട് വീഴുന്നത് നല്ലതായിരിക്കും, കുഴപ്പമൊന്നുമില്ല, സിനിമ സക്സസ് ആയിട്ട് ടെൻഷൻ അടിക്കണ്ട. എന്നിട്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഒന്ന് വെട്ടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശകലം കട്ട് ചെയ്ത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടോ. നിങ്ങളും ഓഡിഷൻ ത്രൂ തന്നെ ആയിരുന്നു സിനിമയിൽ? അല്ല, സാറ് ഫാമിലി ഫ്രണ്ട്. നിങ്ങൾ വന്ന സമയത്ത് ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? സിനിമയിലേക്ക് വരുന്നതല്ലേ? ഫസ്റ്റ് ദിവസം ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് പോയി. അത് മാറി. സിനിമയിലാണ് പേടിയില്ലാണ്ടാണോ അഭിനയിച്ചതൊക്കെ? വേറെ സിനിമകൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ? രണ്ടും ചെയ്തിട്ടുണ്ട്, റിലീസായിട്ടില്ല. അഭിനയം തന്നെയാണോ താല്പര്യം? അതെ. നിങ്ങൾ ആരുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി? 4 പേരും ഒരേ രീതിക്ക് തന്നെ ആയിരുന്നു? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്തുള്ള നിങ്ങൾ ലൈക്ക് സിബ്ലിംഗ് ആ ഒരു റിലേഷൻ ആയിരുന്നത്? ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻ എങ്ങനെയായിരുന്നു അത്? ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. കോമ്പിനേഷൻ സീനൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തത്. ഈ സീനിയേഴ്സിന്റെ കൂടെ വരുന്ന സമയത്ത് അതിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഓക്കെ നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരാണ് അങ്ങനെ ഒരു രീതിയിൽ തന്നെയായിരുന്നു, അതോ വളരെ കൂളായിരുന്നു? അവർ ഞാനൊരു വലിയ സീനിയർ ആർട്ടിസ്റ്റാണ് എന്നുള്ളൊരു ഭാവം കാണിച്ചിട്ടില്ല. അവരിനിയും പഠിക്കാനുണ്ട്, ഇനിയും ഞാൻ ആക്ടിങ് ഒത്തിരി അങ്ങനെയുള്ളൊരു ഭാവത്തിലായിരുന്നു. എല്ലാവരും ഭയങ്കര കോമ്പിനേഷനായിട്ട് നിൽക്കുമായിരുന്നു. ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോയിരുന്നു. സർ, ഇവർ പുതിയ പിള്ളേരാണ്. ഇവരെ അഭിനയിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടെന്നല്ല അഭിനയിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും? 4 പേർക്കും 4 കഴിവാ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയത്. കാരണം ചിലവരോട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചിലവരോട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തിങ്ക് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കിട്ടും എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ചിലവരോട് നമ്മൾ ചിലപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെയാണ് എന്ന് ഡ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ബ്രില്യൻ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടും. കയ്യിൽ നിന്നിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു കഴിവ് നമുക്ക് ആക്ടിങ്ങിനെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇവർ ഡബ്ബിങ്ങിൽ ഇവർ വന്നപ്പോഴായിരുന്നു. സ്വയം ഡബ് ചെയ്താണ് 4 പേരും. ആ ഡബ്ബിങ്ങിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു ഡബ് ചെയ്യുന്ന ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഇമോഷണലൊക്കെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് വന്ന് കാർച്ചിയും കൂച്ചിയും ബഹളവും ഒക്കെ ആയിട്ടുള്ള ഒരു ഡബ്ബിങ്. അത് ഡബ്ബിങ് തിയേറ്ററിൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരും ഉണ്ട് അതിനകത്ത് ഇല്ലേ? ഡബ്ബിങ് തിയേറ്ററിൽ ആദ്യമായിട്ട് കയറുന്നവരുണ്ട് ഇതിനകത്ത്. പക്ഷെ അതിൽ നിന്ന് മൈൻഡ് മറിച്ച് ഇതായിട്ട് തന്നെ പോയായിരുന്നു. കരയുന്നൊക്കെ ഞാൻ കണ്ടു ട്രെയിലറിൽ, ഇയാളൊക്കെ കരയുന്നൊക്കെ കണ്ടു. ശരിക്കും അത് എങ്ങനെയായിരുന്നു? നമ്മൾ സാധാരണ സംസാരിക്കുന്ന അല്ലെങ്കിൽ നോർമലായിട്ട് നിൽക്കുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ കരയാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ശിവാനിക്കൊക്കെ? ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചാൽ അതെ. നമ്മൾ ഇപ്പോൾ കരയാന്ന് പറഞ്ഞാൽ നോർമലി സംസാരിക്കുന്ന പോലെയും ഇതല്ലല്ലോ, ഡിഫറൻസ് ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഏതൊരു സീനിൽ ഗ്ലിസറിനൊന്നും വേണ്ടി വന്നിട്ടില്ല. ലാസ്റ്റ് സീനിലെങ്ങാണ്ട് ഇച്ചിരി ഗ്ലിസറിൻ കുറച്ച് അങ്ങനെ യൂസ് ചെയ്തില്ല നമ്മളൊന്നും. ഇല്ല, ചില സീൻസിലൊന്നും തന്നെ കരച്ചിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഒരു സീനിൽ ഇദ്ദേഹമൊക്കെ എന്താണ് പറയുക, ചില മൂമെൻ്റ് ഒക്കെ നമുക്ക് ഈ ഉള്ളിത്തട്ടിങ്ങി നിൽക്കില്ല, ഇങ്ങനെ കരച്ചിൽ വരാത്ത ഒരു സീനിൽ നല്ല രീതിയിൽ തന്നെ റിയാക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ ഒരു ആഷ്പോഷാണ് എപ്പോഴും, എല്ലാവരും ലീഡറാണ്. സിനിമയാണെങ്കിലും എല്ലാ പഠിത്തത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ. ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി ഇടപെടും, ഇത് വാങ്ങിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണോ? അപ്പനും അമ്മയ്ക്കും ബാധ്യതയാ പറയാൻ. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോണെന്ന് പറയുന്ന അപ്പനും അമ്മ അല്ലേ? അല്ല, സാറ് പറഞ്ഞു അല്ല ഉപദേശിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ശരിക്കും റിയൽ ലൈഫിൽ കൂടെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കുന്ന ആളാണോ? നേരത്തെ എന്നെ ഉപദേശിക്കേണ്ട അവസ്ഥയാണ്, അങ്ങനെയാണോ?
ശരിക്ക് സർ ഈ സിനിമയിലുള്ള നമുക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാരൻസ് അനുഭവിച്ച അല്ലെങ്കിൽ പാരൻസ് കടന്നു വന്ന ഒരു വഴി കൂടെ കുട്ടികൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശരിക്ക് റിയൽ ലൈഫിലും ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കല്ലേ എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് കണ്ടിട്ടായിരിക്കുമല്ലോ കഥ എഴുതിയിട്ടുണ്ടാവുക സിനിമ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻസ് എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഒരുപാട് റിയൽ ലൈഫ് കണ്ടിട്ടുണ്ട് ഞാൻ. ആക്ച്വലി ഒരു മോട്ടിവേഷൻ ട്രെയിനർ. നമ്മളിങ്ങനെ ഓരോ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് പ്രോബ്ലംസ് ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കുറേ ഫാമിലീസിൻ്റെ ഇടയിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളോട് വന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല വീട്ടിലെ അവസ്ഥ. വന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടുപേരുടെ അവസ്ഥ ഒരുമിച്ച് രണ്ടുപേരുടെ പ്രസൻസിൽ നമ്മളിരുന്ന് കേൾക്കണം. ഇത് ഒരാൾ വന്നിട്ട് മറ്റൊരാളുടെ കുട്ടിയാണ് ഉറപ്പായിട്ടും പറയും. മറ്റൊരാൾ പറയുന്നത് അയാളുടെ ആബ്സെൻസിന് അയാളാണ് ബെറ്റർ എന്ന രീതിയിൽ സംസാരിക്കുക. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം കാണില്ല. ചിലപ്പോൾ ചെറുതായിട്ട് കിടക്കുന്ന ഒരു ഈഗോ മാത്രമേ ഉണ്ടാവുള്ളൂ, നിസ്സാര പ്രശ്നം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉൾക്കൊണ്ട് അതിൽ നിന്നും എന്താണ് എവിടെയാണ് ചേഞ്ച് വരുത്തണമെന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ഞാൻ സ്വയം എവിടെയാണ് മാറ്റേണ്ടതെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെല്ലാവർക്കും. മോട്ടിവേഷൻ സ്പീക്കറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിനിമ എന്തുകൊണ്ട് ആളുകൾ കാണണം എന്നുള്ളൊരു ചോദ്യം വന്ന സാറിൻ്റെ ആൻസർ എന്തായിരിക്കും? എന്തുകൊണ്ട് ഈ സിനിമ ആളുകൾ കാണണം? ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരോടൊപ്പം ഏറ്റവും കുറഞ്ഞൊരു ഫ്യൂ മിനിറ്റ്സ് ഒന്ന് ചിലവഴിച്ചാൽ ഒരു പക്ഷേ ഒരിക്കലും അവർ നമ്മളെ ചതിക്കില്ല. പിള്ളേർ നമ്മളെ ചതിക്കില്ല. പിള്ളേർ ഒരിക്കലും എത്ര വഴിവിട്ട കൂട്ടുകെട്ടോ അല്ലെങ്കിൽ എത്ര ഇല്ലീഗലായിട്ടുള്ള കൂട്ടുകെട്ടോ അവർക്കുണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും ആ കൂട്ടുകെട്ടിലേക്ക് അവർ മിങ്കിൾ ചെയ്ത് പോവില്ല. മീൻസ് അവർക്കൊരു ചിന്തയുണ്ടാവും പേരൻസ്. അതിന് പേരൻസ് അതുപോലെ അവരെ കെയർ ചെയ്യണം. കെയർ ചെയ്യുന്ന വെച്ചാൽ അടിച്ചുവളർത്തി ശ്രദ്ധിച്ച് വളർത്തണമെന്നല്ല. പണ്ടത്തെ പോലെ അച്ഛൻ അമ്മ എന്നവർ മനസ്സറിഞ്ഞ് വിളിക്കണം. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അച്ഛനെന്ന് വിളിക്കുന്നതല്ല വേണ്ടത്. ഇന്നത്തെ കാലത്ത് പാരന്റിങ്, എനിക്ക് തോന്നുന്നു പാരന്റിങ് കുറച്ചുകൂടി പുറകോട്ട് പോയ ഒരു സിറ്റുവേഷനാണ്. പാരന്റിങ്ങിന് പ്രത്യേകിച്ച് ഇത്രേ ഉള്ളൂ. പിള്ളേര് അക്കാഡമിക്കലി പിള്ളേര് ബെറ്റർ ആയാൽ എൻ്റെ മോൻ എല്ലാം തികഞ്ഞു. അതിനപ്പുറത്തേക്ക് അവന് നാട്ടിൻപുറത്തെ ഒരു കിലോ ഉള്ളിയുടെ വിലയോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ വിലയോ അല്ലെങ്കിൽ മറ്റുള്ള വിലയോ പാലിൻ്റെ വിലയോ അതിലൊക്കെ പലചരക്കടക്കൻ്റെ പേര് പോലും അവനറിയില്ല. എങ്കിലും നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാരുടെ പോലും അവനറിയേണ്ട ആവശ്യമേ ഇല്ല എന്ന രീതിയിലാണ് അവൻ്റെ പോക്ക്. അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളിലും പേരൻസ്, അങ്ങനെയുള്ള പബ്ലിക് നോളജിലൊക്കെ പേരൻസിൻ്റെ അത് എൻ്റെ അച്ഛൻ അതിൽ ബെറ്റർ ആണല്ലോ എന്ന് ഇവന് തോന്നണം. എങ്കിലും ഇവന് റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നുള്ളൂ. മറ്റേതങ്ങനെയല്ല. നമുക്ക് പേടിയും ബഹുമാനം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. മാർക്ക് കുറഞ്ഞു പോയാൽ അടിക്കും. ആദ്യത്തെ സെൻറ്റൻസ് അത് അടിക്കും. പിന്നെയാണ് ഇപ്പം ബഹുമാനം ഫ്രണ്ട്ഷിപ്പിലോട്ട് മാറിയപ്പോൾ പബ്ലിക്കിന് അത് ബഹുമാനം കുറവായിട്ട് തോന്നാം. അവിടെ നമുക്ക് കുറച്ച് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചിലപ്പം കുട്ടികൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ കാണിക്കുന്ന പഴമയും പുതുമയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ശരിക്കും സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത്. പഴമയും വേണം, പുതുമയും വേണം. അതൊരു ഈക്വലിസിറ്റി വേണ്ട, 35-65 ആയിട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്ക് സെറ്റിൽ ചെയ്തെങ്കിലും ഒരു നല്ലൊരു മൊമെൻറ്റ് സാറിൻ്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ 4 പേരുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു മൊമെൻറ്റ് പറയാൻ പറഞ്ഞ ഏതായിരിക്കും നിങ്ങൾ പെട്ടെന്ന് പറയാം? സ്കൂളിലെ സീൻസ്, സ്കൂളിൽ കളിച്ചടക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ സ്കൂളിലെ. ഇപ്പം നിങ്ങൾ ശരിക്കും ഈ ഒരു നിങ്ങളുടെ ഏജ് തന്നെയല്ലേ ഇതിൽ കാണിക്കുന്നതും. അപ്പോൾ സ്കൂളിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇപ്പോൾ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്യാങ്ങിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോൾ പുതിയൊരു സർക്കിളിലേക്ക് വരുമ്പോൾ ഇവർ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ പോകുന്നവരാണോ? ഇവർ ഓരോ കേസിന്റെ ഇവരൊക്കെ അവരെന്താ പറയാ, ആ ടീച്ചേഴ്സിനെ ഇങ്ങനെ സോപ്പിട്ടും കയറിപ്പോകുന്ന സിനിമയിലേക്ക് വരാന്ന് പറഞ്ഞപ്പോ ടീച്ചേഴ്സൊക്കെ എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പ്രിൻസിപ്പൾ ആണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു. സ്കൂളിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ സാറ്, ക്ലാസ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർക്ക് സന്തോഷമായി സിനിമയ്ക്ക് ക്ലാസ്സിലേക്ക് വരേണ്ട ആ ഒരു മൂഡായിരുന്നു ടീച്ചേഴ്സിന്. ക്ലാസ്സിലേക്ക് വന്നെങ്കിലും പ്രശ്നമില്ല, നീ ഒരു നാള് ഒരു വലിയ നടനാവും അങ്ങനെ പറഞ്ഞു. സ്കൂളിലൊക്കെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ട് തന്നെ. അപ്പോൾ നിങ്ങളെങ്ങനെ ഒരു സിനിമ സാറ് നേരിട്ട് പറഞ്ഞതാണോ ഇങ്ങനൊരു സിനിമ ഉണ്ട് താല്പര്യമുണ്ടോ അങ്ങനെ ചോദിച്ചു വന്നതാണോ? അങ്ങനെ ചോദിച്ചത് അല്ല, ശരിക്കും ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ തലേ ദിവസമാണ് വിളിക്കുമ്പോഴാണ് സെലക്ട് ആയെന്ന് ഞാൻ പറയുന്നത്. അതൊരു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സത്യം പറഞ്ഞാൽ വിളിക്കാൻ വിട്ടു. എല്ലാം ഓക്കെ ആയിരുന്നിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെയും കൂടി ആബ്സെൻസ് ഉണ്ടോടാണ് ലക്കിന് കോൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഓക്കെ പോരാൻ പറഞ്ഞു. സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് മുടിയെല്ലായിട്ടാണ് വരുന്നത്. കൊണ്ട് വെട്ടിച്ചു.
നിങ്ങൾക്ക് ക്യാരക്ടർ ഇപ്പോൾ ക്യാരക്ടർ നരേറ്റ് ചെയ്ത് തരില്ലേ, ഇന്നതാണ് ക്യാരക്ടർ, അപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് തുടക്കത്തിൽ ഉണ്ടായിരുന്നു? അതോ ചെയ്ത് തുടങ്ങി ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ ചെയ്ത് പകുതി എത്തുമ്പോഴായിരിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നത്? നിങ്ങൾക്ക് ശരിക്കും തുടക്കത്തിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ആ ചെയ്യാം, അങ്ങനെയായിരുന്നു? അല്ല, ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫാൻറ്റസി പോലെ ഇല്ലല്ലോ, എന്താണ് ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെയൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് അച്ഛൻ അമ്മ എങ്ങനെ ബിഹേവ് ചെയ്യണു അതേപോലെ ചെയ്താൽ മതി. കുഴപ്പമില്ലായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നമില്ല, ശരിയാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അല്പനേരം ഞങ്ങൾക്കും കൂടി തന്നതിൽ ഒരുപാട് സന്തോഷം. മെയ് 15 സിനിമ റിലീസാണ്. അല്ലല്ല, സോറി, മെയ് 22 ഓ, ഇന്ന് സെൻസറിങ് അവർ കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് ടൈം ഒന്ന് പറഞ്ഞേ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു. എല്ലാവരും മെയ് 22 തിയേറ്ററിൽ പോയി കാണണം. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എല്ലാവരും പോയി കാണണം. സിനിമയുടെ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരും പോയി കാണണം. ഇതൊരു പേരൻസിന്, പ്രത്യേകിച്ച് പേരൻസിന് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണിത്. ശരിക്കും ഇന്നത്തെ കാലത്ത് പുതുമുഖങ്ങളെ എന്നല്ല, പഴയ ആൾക്കാർ പുതിയ ആൾക്കാരൊന്നുമില്ല, മലയാള സിനിമ ആര് ചെയ്താലും പ്രേക്ഷകർ അംഗീകരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ സിനിമ വമ്പൻ വിജയമായി വരട്ടെ. സാറ് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കൃത്യമായ ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ളതും കൂടി ആശംസിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്.